ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ കൂടി തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടി തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്നെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസിന്റെ നിജപുത്രനാണ് തിമത്യോസ്. പൗലോസിന്റെ സ്പിരിച്വൽ സൺ ആണ് തിമത്യോസ്. പക്ഷേ ഈ സ്പിരിച്വൽ ഫാദർ, അതായത് ചിലത് പകർന്നു കൊടുക്കപ്പെട്ട വ്യക്തിയുടെ ക്വാളിറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും അടുത്ത തലമുറകളിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ആരുടെ മേലാണോ ചിലത് പകരേണ്ടത് അവരെ നിങ്ങൾ പ്രാർത്ഥനയിൽ വഹിക്കണം. ഒരാമേൻ പറഞ്ഞേ. വെറുതെ ഞങ്ങൾക്ക് സമയം ഉണ്ടായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്നല്ല, രാവിലെ പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയെ വഹിച്ചോളാം എന്നല്ല. അത് മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും നിജപുത്രന്മാരാണെങ്കിലും ചർച്ചിലെ കുടുംബങ്ങളാണെങ്കിലും ആരാണെങ്കിലും ശരി, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയം രാവും പകലും എന്ന് പറഞ്ഞാ 24 മണിക്കൂറും നിങ്ങളുടെ അകത്തളങ്ങളിൽ കത്തുന്ന പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ നിങ്ങൾ അടുത്ത തലമുറകളെ വഹിക്കണം. എന്താ ഈ രാവും പകലും? നിങ്ങൾക്ക് വേദപുസ്തകത്തിനകത്ത് ഒത്തിരി പ്രാവശ്യം ഈ രാവും പകലും എന്നുള്ള വാക്യം കാണാൻ പറ്റും. രാത്രിയും പകലും അതൊരു 24 അവേഴ്സിനെ കാണിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, 24 മണിക്കൂറിനെ നമ്മൾ 8 യാമങ്ങളായിട്ടാണ് തിരിക്കുന്നത്. 4 യാമങ്ങൾ പകലും 4 യാമങ്ങൾ അങ്ങനല്ലേ? 8 വാച്ചസ്, 4 വാച്ചസ് ഡേ വാച്ചസ് ആൻഡ് 4 വാച്ചസ് നൈറ്റ് വാച്ചസ്, അങ്ങനെയല്ലേ? രാവിലെ സ്തോത്രം വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ, 9 മണി മുതൽ 12, 12 to 3, 3 to 6 രാത്രിയിലെ വാച്ചസ് കവറായി. പിന്നെയും രാവിലെ 6 to 9, 9 to 12, 12 to 3, 3 to 6 പകലത്തെ വാച്ചസ്. അങ്ങനെ 8 യാമങ്ങളാണ് പുതിയ നിയമം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അർത്ഥം എപ്പോഴും ശ്രദ്ധിച്ചോണം. 91-ാം സങ്കീർത്തനത്തിനകത്ത് പറയുകയാണ്, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇരുട്ടിലെ മഹാമാരി. നിങ്ങൾക്ക് അവിടെയും ഒരു 4 നേരങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അർത്ഥം, പൈശാചിക തലം വാക്തത്വ തലമുറകളുടെ നേരെ 24 മണിക്കൂറും ഓരോ തന്ത്രങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കാൻ ആക്റ്റീവായിരിക്കുമ്പോൾ അതിനെ പൊളിക്കാൻ ഒരു തലമുറ രാവും പകലും അവരെ പ്രാർത്ഥനയിൽ വഹിക്കുകയാണ്. Praise to Jesus. Praise to Jesus. ചിലര് പറയും ഞങ്ങൾ രാവിലെ 9 മണിക്ക് പ്രാർത്ഥന മുറി കയറി 10 മണിക്ക് ഞങ്ങളുടെ പ്രയർ ടൈമാ, പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം കുടുംബ പ്രാർത്ഥന, പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന. പക്ഷേ ചില വാക്തത്വ സന്തതികളുടെ ജനനങ്ങൾക്ക് ശേഷം ചില അമ്മമാര് പറയുന്ന കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വാക്തത്വത്തോടു കൂടെ ഭർത്താക്കന്മാർ മിനിസ്ട്രിയിൽ ഇറങ്ങിയതിനു ശേഷം ചില ഭാര്യമാര് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. തലമുറകളെ ചില വാക്തത്വ ദേശത്ത് അയച്ചതിന് ശേഷം ചില മാതാപിതാക്കൾ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് പരിചിതമില്ലാത്ത സമയങ്ങളിലും ദൈവം ഇപ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയ്ക്കായി പുഷ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ആ സമയങ്ങളിൽ പ്രാർത്ഥിച്ച് പരിചയമില്ല. ആ സമയങ്ങളിൽ ഞങ്ങൾ സാധാരണഗതി പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് കിച്ചണിൽ തകൃതിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവം പറഞ്ഞത് എല്ലാം വിട്ടിട്ട് ഓടി പ്രാർത്ഥന മുറിക്കകത്ത് കയറി. ഭയങ്കര ഒരു പുഷിങ് അകത്തളങ്ങളിൽ. 2 കാര്യങ്ങളാ. ഒന്ന്, നിങ്ങൾ ചില പ്രോമിസുകളെ കവർ ചെയ്ത് പിടിക്കുന്നു ആ പ്രാർത്ഥനയുടെ സമയത്ത്. 2, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലുള്ളത് അടുത്തവരിലേക്ക് ഇംപാർട്ട് ചെയ്യപ്പെടുകയാണ്.
അങ്ങനെ ദൈവം ആരെയെങ്കിലും അർദ്ധരാത്രിയിലോ നട്ടുച്ച നേരത്തോ പ്രഭാത സമയത്തോ വൈകുന്നേരം ചിലപ്പോൾ ചായയുടെ സമയം 4 മണി, പക്ഷേ ചായ കുടിക്കാൻ പോലും സമ്മതിക്കാതെ ഓടിക്കയറാൻ പറഞ്ഞാൽ ഓർത്തോണം, നിങ്ങൾ രാവും പകലും ആരെയൊക്കെയോ വഹിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അത് സെൻസ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾക്കതിനെ പിടിക്കാൻ പറ്റണം. ആ സിഗ്നലിനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റണം. അതിനെ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ പൗലോസ് പറയാ, സ്മരിക്കുന്നു, ഓർക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പൗലോസ് ദേശങ്ങളിൽ ഒരുപാട് ചർച്ചസ് ഉള്ള മനുഷ്യനാ. അദ്ദേഹത്തിന് ഒരുപാട് വേറെയും ആമേസ്തോത്രം ഹല്ലേലൂയ അനുജപുത്രന്മാരുണ്ട്, ഒരുപാട് സഭകളുണ്ട്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്, ഒരുപാട് ദേശങ്ങളെ കുറിച്ച് ആത്മഭാരമുള്ള മനുഷ്യനാ പൗലോസ്. പക്ഷേ പൗലോസ് ഇരിക്കുമ്പോൾ, പൗലോസ് ഞാനിപ്പോ തിമോത്തിയോസിനെ ഓർക്കുക എന്നും പറഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഇരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അർത്ഥം, ആര് ഓർക്കുന്നേ? പൗലോസാണോ ഓർക്കുന്നേ? ശരിക്കും ദൈവമാണോ ഓർക്കുന്നേ? പറ. അപ്പം നിങ്ങൾക്ക് ഒരു തലമുറയെക്കുറിച്ചോ ഒരു സഭയെക്കുറിച്ചോ ഒരു ദേശത്തെക്കുറിച്ചോ ആത്മഭാരത്തോട് കയറിയാൽ നിങ്ങളുടെ ജഡമല്ല വാസ്തവത്തിൽ നിങ്ങളുടെ അകത്തു വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അവരെ ഓർക്കുന്നു എന്നുള്ളതിന്റെ ഭയങ്കര തെളിവാത് എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് ഇനിയും ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് അവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നിങ്ങളെ ദൈവം ട്രെയിൻ ചെയ്യിപ്പിക്കുക. ആമേൻ, ആമേൻ, പ്രൈസ് ടു ജീസസ്. നമ്മുടെ ചർച്ചിലെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? അതോ ലൈവ് പോകുന്നു റെക്കോർഡ് ചെയ്യുന്നു പറഞ്ഞ് നിങ്ങൾ കള്ളം പറയൂ? സത്യം പറയാം. നമ്മുടെ സഭയിലെ ഇത്രയും പേരുണ്ടെങ്കിലും നമുക്ക് ഫേവറേറ്റ് ആയ ചില കുടുംബങ്ങളില്ലേ? ഉണ്ട്. അതോ നമുക്ക് ഇപ്പൊ എല്ലാവരും അങ്ങ് ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുമോ? നമ്മൾ കുഞ്ഞുനാൾ മുതലേ LKG പഠിക്കുമ്പോഴും എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ഒരു ചങ്ക് കൂടെ ഉണ്ട്. അത് നിയോഗത്തിന് ഒത്തവണ്ണം ആകണമെന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ 2 ഫേവറേറ്റ് 3 ഫേവറേറ്റ് കുടുംബമുണ്ട്. രാത്രി നിങ്ങൾ ഉറങ്ങുമ്പം നിങ്ങളെ സ്വപ്നത്തിൽ ദൈവം കാണിക്കുന്നതോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ ദർശനത്തിൽ കാണിക്കുന്നതോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്നതോ നിങ്ങളുടെ ഫേവറേറ്റ് ഫാമിലിയിൽപ്പെട്ട ഒരാൾ അല്ല എന്നിരിക്കട്ടെ, നിങ്ങൾ ചിലപ്പം ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു പ്രൈസ് ലോഡ് മാത്രം കൊടുത്തു പോകുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ട മൈൻഡ് പോലും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ആ പേരാ ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്നത്. പ്രാർത്ഥിക്കൂല്ലോ? അവിടെ നിങ്ങളുടെ ബന്ധമല്ല നോക്കേണ്ടേ. ആ കാലയളവിൽ അവന്റെ ജീവിതത്തിൽ എന്തോ സംതിങ് ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടായത് കൊണ്ട് ദൈവം അതിനുവേണ്ടി നിങ്ങളെ കണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് തമ്മിൽ കണക്ട് ആകുന്നു എന്നല്ല, നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് തമ്മിൽ കണക്ട് ആകുന്നു എന്നുള്ളതല്ല. ഏതോ ഒരു നോർത്ത് ഇന്ത്യയിലെ പാസ്റ്റർ ദൈവമേനെ, സോറി ഞാൻ ജർമ്മനിയിലാണ് താമസിക്കുന്നത്, കർത്താവേ പോയി പണി നോക്ക്, നീ പ്രാർത്ഥിച്ചില്ലേ പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരെ എനിക്ക് എഴുന്നേൽപ്പിക്കാൻ അറിയാം. അവിടെ നോക്കേണ്ടത് സ്റ്റേറ്റസ് കണക്ട് ആകുന്നു എന്നുള്ളതല്ല കർത്തൃദാസ, നിയോഗങ്ങൾ തമ്മിൽ കണക്ട് ആകുന്നു. ആ വ്യക്തി ഒരു പക്ഷേ കറുത്ത നിറമായിരിക്കാം, ആ വ്യക്തി ഒരു പക്ഷേ ബാങ്ക് ബാലൻസിൽ, ആ വ്യക്തിയുടെ പിള്ളേർ ഇവിടെ എവിടെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്നവരായിരിക്കാം. അതല്ല വിഷയം. നിങ്ങളുടെ സ്പിരിറ്റിൽ ആത്മാവ് ഒരു ബോധം തരുന്നു, ആ നിയോഗത്തെ എടുക്കണം, മുറിക്കകത്ത് കയറണം. പരിശുദ്ധാത്മാവ് പറയുന്ന കാലയളവിൽ അവരെ രാവും പകലും പ്രാർത്ഥനയിൽ വഹിക്കണം. ഇങ്ങനെയാ പകരുന്നേ, ഇങ്ങനെ പകരാൻ പറ്റും. Praise to Jesus, praise to Jesus, praise to Jesus. ഹല്ലേലൂയ. നോക്ക്, എനിക്ക് ഈ ഒരു വേദഭാഗത്തിൽ ഒത്തിരി സന്തോഷം തോന്നി. എന്താണെന്നറിയാമോ?
ഇതിപ്പോ പൗലോസിനെ ഓർക്കുന്നു, തിമത്യോസിനെ ഓർക്കുന്നു, യുനേക്കെ ഓർക്കുന്നു, ലോവിസിനെ ഓർക്കുന്നു. അർത്ഥം, തിമത്യോസിനെ കാണുമ്പം ദൈവം ഒരു 3 പേരെയും കൂടെ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഓർക്കുക. ആ ദൂത് കിട്ടിയോ? നിങ്ങക്ക് കിട്ടിയോ? ഇവനെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു പദ്ധതി ഇടുമ്പോൾ വാസ്തവത്തിൽ ഇവന്റെ ഫിസിക്കൽ നേച്ചർ അല്ല ഹോളി സ്പിരിറ്റിന് ഓർമ്മ വരുന്നേ. ഇവനു വേണ്ടി വില കൊടുത്ത ആരെയൊക്കെയോ എന്റെ ദൈവത്തിന് ഓർമ്മ വരികയാ. ഇസഹാക്ക് വിതച്ചെടുത്തു കൊയ്തു. ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു. ഇസഹാക്ക് വലിയ 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 കാര്യങ്ങളെ ചെയ്യുകയാണ്. ഇസഹാക്ക് കുഴിച്ചെടുത്തുനിന്ന് വെള്ളം കിട്ടുകയാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ വാസ്തവത്തിൽ തിളയ്ക്കുന്നത് അബ്രഹാമിന്റെ പേരാണ്. സത്യമാണോ? അല്ലേ? ഒറ്റ ദൂതേ ഉള്ളൂ. ഈ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ കർത്താവിന് ആരെങ്കിലും ഒക്കെ ഓർക്കാൻ വേണം. ആമേ, ആമേ. ദൈവത്തിന് സ്വയം പരിചയപ്പെടുത്താനേ ആൽഫയെന്നും ഒമേഗയെന്നും ആദ്യനെന്നും അന്ത്യനെന്നും ഇങ്ങനെ 100 കണക്കിന് കേട്ടാൽ ഇങ്ങനെ നമ്മുടെ രക്തം തിളയ്ക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ എൻ്റെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അബ്രഹാമിൻ്റെയോ ഇസഹാക്കിൻ്റെയോ യാക്കോബിൻ്റെയോ എൻ്റെ ദൈവത്തിന് പറയാൻ കുറച്ച് പേരുകൾ ഉണ്ടെന്നുള്ളത് ദൈവത്തിന് സന്തോഷമാണെന്ന്. ഞാൻ അതിനെ ഒന്ന് തെളിയിക്കുക. ഒരിക്കൽ യോശുവയെ വിളിച്ചിട്ട് ദൈവം പറയുക, യോശുവയെ, ജീവകാലത്തൊരിക്കലും ആരും നിന്റെ നേരെ നിൽക്കത്തില്ല. ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചേക്കുവാടാ, ഞാൻ നിന്നെ വേർതിരിച്ചേക്കുവാടാ. ആമേ, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. യോശുവ ഈ ദൂതുകളെയൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്തിട്ട് യോശുവ ഇങ്ങനെ സന്തോഷത്തോടെ യാത്ര തുടങ്ങുവാണേ. പെട്ടെന്ന് യോശുവ യോർദാന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. മുമ്പിൽ ഇപ്പൊ എന്താണ്? കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ. ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എന്തിനാണെന്നറിയാമോ? എനിക്ക് എക്സസൈസിന് വേണ്ടിയിട്ടല്ല. ഞാനിങ്ങനെ നടക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് നിങ്ങളിങ്ങനെ ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ എനിക്കൊന്ന് കാണണം, അവിടെ എന്തൊക്കെയാ നടക്കുന്നത്. ബാക്ക് ഓക്കെ, കൈയൊക്കെ ഒന്ന് ഓക്കെ സൂപ്പർ. നോക്കേ, ഫ്രണ്ടില് എങ്ങനെ നടക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ ബ്രദറെ? ഇല്ല. ഓക്കെ, ഫ്രണ്ടില് യോർദാൻ നിൽക്കുകയാണേ. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളത് ഇമാജിൻ ചെയ്യണം. നമുക്കാകെ കര കവിഞ്ഞ് ഒഴുകുന്ന യോർദാനെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കാലെടുത്ത് വെക്കുന്നു, പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ശരമാൻ. പോരാ ദൈവമക്കളെ, പോരാ. യോർദാന്റെ മുമ്പിൽ യോശുവ നിൽക്കുക. യോശുവ ഈ യോർദാനെ ഇതിന് സ്തോത്ര ഹല്ലേലൂയ മുമ്പ് കണ്ടിട്ടില്ല. ഇടയ്ക്ക് ജർമ്മൻ വാക്കൊക്കെ കയറി വരുന്നു, സോറി. ഇതിന് മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക. ദൂതുണ്ട്, കാല് ചവിട്ടുക. അങ്ങനാണോ? ഒരു പേടി തോന്നിയില്ലേ? തോന്നി. അദ്ദേഹം ആദ്യമായിട്ട് കാണുക. ഒരു ചെറിയ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരൊറ്റ സെക്കൻഡ് അദ്ദേഹത്തിന്റെ ഹൃദയത്തൂടെ മിന്നിമാഞ്ഞു പോയി കാണും. പിന്നിൽ ഒത്തിരി സൈന്യമുണ്ട്, നോക്കി കാണും. പക്ഷെ വലിയൊരു ബലമൊന്നും കിട്ടിയില്ല. ഒത്തിരി ദൂതുണ്ട്, ഓരോന്ന് ഓർക്കുക. പക്ഷെ അവിടെയൊക്കെ ഒരു എന്തോ ഒരു എനിക്കൊരു ധൈര്യം. പെട്ടെന്ന് ആ ദൂത് അകത്ത് കിടന്ന് കത്തി. ഏത് ദൂത്? ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ. ഞാൻ പറയുന്നു, കര കവിഞ്ഞൊഴുകുന്ന യോർദാനെ ജയിക്കാൻ പറ്റിയത് മോശയോട് കൂടെ ഇരുന്ന ദൈവമാണ്, തന്നോട് കൂടെ ഇരുന്നതെന്നുള്ള വെളിപ്പാടാണ്. പെട്ടെന്ന് യോശുവ ചിന്തിക്കുക, മോശയോട് കൂടെ ദൈവം എങ്ങനെ ഇരുന്നേ?
ഇതിനേക്കാൾ വലിയ ചെങ്കടൽ വന്നപ്പോ മോശയെ നടത്തിയ ദൈവമല്ലേ പിന്നാണോ ദൈവത്തിന് ഈ യോർദാൻ? ആ ദൈവമല്ലേ എന്നോട് ഇരിക്കാന്ന് പറഞ്ഞത്? നിശ്ചയമായി ഞാൻ കാലെടുത്തു വെക്കും. എനിക്ക് 3 കുഞ്ഞു പിള്ളേരാ. ഇവിടെ ആരോ ചോദിച്ചു എൻ്റെ പിള്ളേരുടെ പ്രായം. അമ്മേ, ഏറ്റവും ഇളയത് കിൻഡർ ഗാർഡനില്ല മോള്, അതിന്റെ രണ്ടാമത്തെ മോളാ, ഫസ്റ്റ് സ്റ്റാൻഡേർഡാ. മൂത്തത് മോനാ, 4th സ്റ്റാൻഡേർഡാ. ഏകദേശം പ്രായം അറിയാലോ. ഈ 3 പിള്ളേരും വളർന്നു വരുമ്പോ മെസ്സോത്ര, എൻ്റെ മോടെ പേര് മഹിമ എന്നാ, മോന്റെ പേര് ചുവൻ, ഇളയാടെ പേര് മിലാന. ആരുടെയെങ്കിലും ഒരാടെ പറയാം മഹിമ, മഹിമ, മോളെ മഹിമേ, ദൈവം പറയാം മോളെ മഹിമേ, ഞാൻ നിന്റെ അപ്പയായ കെന്നത്തിനോടും നിന്റെ അമ്മയായ അനുവിനോട് ഇരുന്നത് പോലെ ഞാൻ നിന്നോട് ഇരിക്കൂന്ന് പറയുമ്പോ അവിടെ അകം കത്തണമെങ്കിൽ അവളുടെ മാതാപിതാക്കളോട് ഈ ദൈവം എങ്ങനെ ഇരുന്നെന്ന് അവൾ കണ്ടു വളരണം. അവൾ കാണണോ വേണ്ടേ? പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരുന്നത് ടെൻഷൻ വരുമ്പോൾ കട്ടിലെ കമന്ന് കിടന്ന് കരയുന്ന അമ്മ. ഞങ്ങൾ അങ്ങനല്ല കേട്ടോ, ഉദാഹരണം പറഞ്ഞതാ. ദേഷ്യം വരുമ്പോൾ കുടുംബ പ്രാർത്ഥനയുടെ വീണ്ടും 10 മടക്കി ദൂരോട്ടെറിയുന്ന അപ്പൻ. ആമേ, ആമേ. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുതെന്നുള്ള വാക്യം ഇരിക്കെ 3 ദിവസം രാവും പകലും ഒരുത്ത മീന്റെ വയറ്റി കിടന്നതുപോലെ മിണ്ടാതെ കണ്ടിന്യൂസ് അങ്ങ് ഇരിക്കുക. ഒരു കുറ്റബോധവും തോന്നില്ല. 3 ദിവസമായിട്ട് സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്, നോ കുറ്റബോധം. ഇതാണ് കൊച്ചു കാണുന്നെങ്കിൽ കൊച്ചു വയ്ക്കും, ഏത് ദൈവം? അതേ, പക്ഷേ ഒരു നേരത്തെ ആഹാരം ഉള്ളെങ്കിലും പുറലോക ശക്തമായ ശുശ്രൂഷകരൊക്കെ ഞങ്ങള്, പക്ഷേ പുറലോകം അറിയാത്ത ഒത്തിരി സ്ട്രഗിളുകൾ വന്നപ്പോഴും മരുഭൂമിയുടെ പച്ചയായ വഴിയിലൂടെ കടന്നുപോയപ്പോഴോ അപ്പനും അമ്മയും മുട്ടുമടക്കി കരത്തോട് കരം ചേർത്ത് പിടിച്ച് കണ്ണുനീരൊഴുക്കുന്നതാണ് എന്റെ കുഞ്ഞ് കണ്ടു വളരുന്നെങ്കിൽ അവൻ പറയോ, എന്റെ അപ്പനോടും അമ്മയോടും ഇരുന്ന ദൈവം മതി എനിക്ക്. ഞാനിത് പറയുമ്പോഴേ സിസിയാൻഡിക്കറിയാം, എൻ്റെ മിനിസ്ട്രിയിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ കൃപ. അവിടെയും ഞാൻ ഉയർത്തുകയല്ല കേട്ടോ. ഞാൻ ലൈവ് പോയാലും ഇല്ലെങ്കിലും മീഡിയയിൽ വന്നാലും ഇല്ലെങ്കിലും കർത്താവ് പറയുന്ന ദൂതുകളെ ഞാൻ മറച്ചു വെക്കത്തില്ല, മറക്കെട്ടി സൂക്ഷിക്കത്തുമില്ല. കർത്താവ് എന്നോട് പറയുക, നിങ്ങൾ ദയവായി ഭവനത്തിൽ നിന്ന് പിണങ്ങി ഞായറാഴ്ച ആലയത്തിനകത്ത് വന്നിരിക്കല്ലേ, ഈ അന്തരീക്ഷവും കൂടെ കിട്ടുപോകും. ഒന്നോ നിങ്ങളുടെ ഭാഗത്തെ തെറ്റല്ലായിരിക്കും, എങ്കിലും മിണ്ടണമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നിങ്ങളുടെ ഭാഗത്തെ തെറ്റല്ല, ദൈവം എഗ്രി ചെയ്യുന്നു, എങ്കിലും ക്ഷമിച്ചേക്കെന്ന്. ക്ഷമിച്ചേക്ക്, ക്ഷമിച്ചേക്ക്, ക്ഷമിച്ചേക്ക്. മിണ്ട്, സംസാരിക്കുക. സ്തോത്രം. പുള്ളി വിശ്വാസത്തിലാണോ വലിയോ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ദൈവം തന്ന പാർട്ട്ണറാ. മിണ്ട്. നിങ്ങൾ ചെന്നപ്പോൾ നിങ്ങളുടെ കൈ പിടിച്ച് സ്വീകരിച്ച മാതാവും പിതാവുമോ? മിണ്ട്. എന്നിട്ടേ ആലയത്തിന്റെ അകത്ത് കാല് ചവിട്ടാവൂ എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ പറയുക. അല്ലാത്ത യാഗത്തെ ദൈവം സ്വീകരിക്കുമെന്ന് തോന്നുന്നു? പറ, സ്വീകരിക്കോ? ഇല്ല. ദൈവത്തിന് വിഷയം അവിടെ യാഗമല്ല. ഞാൻ ഇത് പറയുമ്പോഴേ
വീട്ടിലെ സാഹചര്യം കാരണം ഇവിടെ ഇപ്പൊ പിള്ളേരില്ല എങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി ദൂത് ഏറ്റെടുക്ക്. വീട്ടിലെ സാഹചര്യം കാരണം കുഞ്ഞു പ്രായം തൊട്ടേ മനസ്സിനകത്ത് അത്യാവശ്യം നല്ല വൂണ്ടഡായിരിക്കുന്ന ചില പിള്ളേരെ ആത്മാവെന്നെ കാഴ്ചയെ കാണിക്കുക. അവർക്ക് ഈ ദൈവത്തോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അവർ കാണുന്നത് കേൾക്കുന്നത് അവരെ നല്ല മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പകല് പറ കർത്താവേ, അതിനെ ഉണക്കാൻ ഒരു അഭിഷേകം വീടിന്റെ അകത്ത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ പരിശുദ്ധ ആത്മാവ് തുറന്നതാ. അതിനെ ഉണക്കുന്ന എല്ലാ മുറിവുകളെയോ ഇന്ന് പകൽക്കാലം വെച്ച് കെട്ടുന്ന ഒരു അഭിഷേകത്തിലേക്ക്. ആമേൻ, 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 ആമേൻ. ആൻറ്റി, അപ്പൊ യോശുവയ്ക്ക് ഓർമ്മ വരുന്നത് ആരെയാ? മോശെ. ദൈവത്തിന് യോശുവയെ കാണുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് ആരെയാ? മോശയെ. മോശയിൽ നിന്ന് യോശുവയിലേക്ക് പകരപ്പെട്ട അനുഭവം അത് ചെറുതല്ല. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ രാവിലത്തെ ഒരു സ്തോത്രം അല്പസമയം നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മളൊരു വേദഭാഗം പറഞ്ഞായിരുന്നു. സ്തോത്രം, ഒരുവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ലേ? രക്ഷപ്പെടും. ചിലത് പകർന്നു കൊടുക്കുമ്പം രക്ഷപ്പെടും. എങ്ങനെയാ രക്ഷപ്പെടുന്നതെന്ന് ഞാനൊന്ന് തെളിയിക്കുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്ന ഒരു വാക്യം മാത്രം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് വായിക്കട്ടെ. എങ്ങനെയാ ഒരുത്തൻ രക്ഷപ്പെടുന്നത്? ഈ വേദഭാഗമാണ് കേട്ടോ. ഇത് ഹോൾ സെഷനിലേക്കുള്ള എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാതലായ ദൂത്. ഇവിടെ നിങ്ങൾ സ്തോത്രം എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ ഒരു വാക്കിങ്ങനെ എഴുതി വെച്ചു. ഏലിയാവ് നമുക്ക് ഏലിയാവ് എടുക്കപ്പെട്ടിട്ട് എത്ര വർഷം, എത്ര സംവത്സരം കഴിഞ്ഞിട്ടാണ് യാക്കോബ് ലേഖനം എഴുതുന്നത്? അയ്യോ, ചോദിച്ചതല്ല, എന്നോട് ചോദിക്കേണ്ട, എനിക്കറിയത്തില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു ഐഡിയ ഉണ്ടല്ലോ. എന്തായാലും ഏലിയാവ് എടുക്കപ്പെട്ടിട്ട് പിറ്റേന്നല്ലല്ലോ യാക്കോബ് ലേഖനം എഴുതുന്നേ. ഇതങ്ങ് പുതിയ നിയമത്തിൽ അങ്ങ് ലേഖനങ്ങളിൽ കിടക്കുന്നതാ അല്ലേ? യാക്കോബ് ലേഖനം എഴുതുമ്പോൾ ദൈവത്തിന് ഏലിയാവിനെ ഓർമ്മ വരുക. ദൈവം എപ്പോഴും അങ്ങനെ കേട്ടോ. ഒരാളെ കാണുമ്പോൾ ദൈവത്തിന് ഒരാളെ ഇങ്ങനെ ഓർക്കണം. എനിക്കൊന്ന് ഭയങ്കര അത്ഭുതം തോന്നിച്ചടാ. ഈ ഏലിയാവിന് ഇങ്ങനെ അങ്ങ് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ആ മനുഷ്യൻ, എന്തായിരിക്കും? അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോഴേ സിസിയാൻറ്റി, ആഹാബിന്റെ കൊട്ടാരത്തിൽ പോയി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞുണ്ടാകില്ല, മഴയുണ്ടാകില്ലെന്നൊക്കെ പറഞ്ഞ ഒരു ധൈര്യത്തിന്റെ അഭിഷേകം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. ദൈവം പറഞ്ഞു സത്യ, പക്ഷെ അതല്ല കാരണം. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോ ഇസബേലിയ ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു അഭിഷേകം തനിക്കുണ്ടായിരുന്നല്ലോ. നമ്മൾ പറയും ജീവനെ എടുത്തോണേ പ്രാർത്ഥിച്ച്. അത് പിന്നെ നമുക്കൊരു തുറുപ്പിച്ച് കിട്ടാം. ഏലിയാവും പ്രാർത്ഥിച്ചല്ലോ ആയിക്കുറ്റെന്ന്, ഞാനും പ്രാർത്ഥിക്കും ആയിക്കുറ്റെന്ന്. ഏലിയാവ് പക്ഷെ ഒരു തവണയേ ഉള്ളൂ കേട്ടോ. നമ്മള് ഇതിപ്പോ ദിവസത്തിൽ 10 തവണ പറയുന്നുണ്ട് പേര് ഏലിയാവിൻ്റെതും. അത്യാവശ്യ ഘട്ടമൊക്കെ വരുമ്പം പറയുന്നതുകൊണ്ട് ദൈവം ക്ഷമിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം ഞാൻ തൂങ്ങാൻ പോവാന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ. എന്താണോ വിതയ്ക്കുന്നത് അത് സംഭവിക്കും. ജീവനെ തരാനും ജീവനെ എടുക്കാനും ആർക്കാ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ വീടിന്റെ അകത്ത് മരണത്തിന്റെ വാക്കുകളെ വിതയ്ക്കരുത്. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ നമ്മൾ ഒരു ഏലിയാവ് എടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല, ദൈവത്തോട് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസബേലിയ എന്ന് പറയുന്ന സൈത്താനി സ്പിരിറ്റ് ഉള്ള സ്ത്രീയുടെ കാല് നക്കുന്നതിലും ഭേദം ഈ വാക്ക്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലേ? പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. അതിന് സൗകര്യം ഇല്ലാത്തോണ്ടല്ലേ? പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. അവളെ സോപ്പിട്ട് നിർത്തിയിരുന്നെങ്കിലോ? ചൂരച്ചെടിയുടെ കീഴി വന്ന് ഒരുപക്ഷെ ഹെടാ വേണ്ടെങ്കിൽ വേണ്ടെന്നുള്ളതേ ഉള്ളൂ, മരിച്ചാലും വേണ്ടിയില്ല, അവളുടെ കാല് നക്കാൻ ഞാൻ പോകുകയല്ല. ആമേ. ഇനി എനിക്കൊന്ന് അതുകൊണ്ടാണോ? അപ്പൊ ദൈവം പറഞ്ഞു അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം, പക്ഷെ അതുകൊണ്ടല്ല. പിന്നെ എനിക്കൊന്ന് തീ ഇറക്കിയോണ്ടാണോ? കർത്താവിന് അതും ഇഷ്ടപ്പെട്ട സ്വഭാവം, പക്ഷെ അതുകൊണ്ടല്ല. പിന്നെ ദൈവം പറയുക, നോക്ക്, ഒരിക്കല്
ഏലിയാവിനോട് ഞാൻ പറഞ്ഞു, നീ എഴുന്നേറ്റ് സെരഫത്തില് ഒരു, ബാക്കി നിങ്ങൾ പറയണം പെട്ടെന്ന്. വിധവയുണ്ടായിരുന്നു, വിധവയുടെ അടുക്ക പോകണം. വിധവയുടെ അടുക്ക പോയപ്പോൾ പുള്ളി വിചാരിച്ചു പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള സ്തോത്രം നല്ല ഫസ്റ്റ് ക്ലാസ് ലഞ്ചൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന്. അങ്ങനെ പറഞ്ഞത്, നീ ചെന്നാ മതി, അവിടെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ. പക്ഷെ അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞ പുള്ളിയെക്കാട്ടിലും പരിതാപകരമാണ്. ദൈവ സ്റ്റോറി മൊത്തം പറഞ്ഞു തരത്തില്ലേ, ദൈവ സ്റ്റോറി മൊത്തം പറഞ്ഞു. പോകാൻ പറഞ്ഞാൽ പോണം, പ്രൈസ് ടു ജീസസ്. പക്ഷേ പോകാൻ പറഞ്ഞിട്ട് പോയാൽ ക്ലൈമാക്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. അത് ദൈവം അത് എഴുതുന്നത് കേട്ടോ, ദൈവം അത് എഴുതുന്നത്. ഈ ദൂതങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ വീട്ടിൽ ചെന്നപ്പം ഈ സ്ത്രീ പറയുകയാണ്, ഉള്ളത് കഴിച്ചിട്ട് എനിക്ക് ആ വാക്യം കൃത്യമായി ഒരാൾ പറയണം. ഉള്ളത് കഴിച്ചിട്ട് ഞങ്ങൾ, എങ്ങനെ പദം, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും. അപ്പൊ ആ വീട്ടിൽ ഒരു തലമുറ ഉണ്ടായിരുന്നു. ഏലിയാവിന് മനസ്സിലായി, ദൈവം എന്നെ ഈ വീട്ടിൽ കയറ്റിയത് എന്നെ പോറ്റാനോ ഇവരെ പോഷിപ്പിക്കാനോ, കലത്തിലെ മാവ് വർദ്ധിപ്പിച്ച്, കലത്തിലെ എണ്ണ വർദ്ധിപ്പിച്ച്, സമൃദ്ധിയുടെ പ്രോസ്പെരിറ്റിയുടെ അങ്ങേ അറ്റം കൊണ്ടെത്തിച്ച് ദേശത്തിന്റെ നടുവിൽ ഈ വീടിനെ ഭയങ്കര ഒരു മാനപാത്രമാക്കി മാറ്റാനോ ഒന്നുമല്ല, മറിച്ച് ഈ വീട്ടിലെ തലമുറയെ ദൃഷ്ടി വച്ചിരിക്കുന്ന ഒരു പൈശാചിക തലമുണ്ട്. അത് അഭിഷക്തൻ ആ വീട്ടിൽ കാൽ ചവിട്ടിയപ്പോൾ അവിടെ വ്യാപരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് താൻ പിടിക്കുക. നമ്മൾ വല്ലാണെങ്കിൽ പോയിട്ട് എന്നതാ വേണ്ടേ? ഡെലിവറൻസിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഡെലിവറൻസ്, ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. ഇതിന്റെ പിന്നെ വ്യാപിക്കുന്ന എല്ലാ സ്പിരിറ്റിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാം നിറയട്ടെ. ആമേസ്തോത്ര. എല്ലാം നിറഞ്ഞു. അമ്മമ്മ സന്തോഷമാണോ? മോൻ സന്തോഷമാണോ? ആമേസ്തോത്ര. ഹാലിലെ കവർ എവിടെ? ശരിക്കും ആത്മാവിനെ വഹിക്കുന്ന ഒരു അഭിഷക്തൻ ഒരു ഭവനത്തിന്റെ അകത്ത് കാൽ ചവിട്ടുമ്പോൾ ആ വീടിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന പല മേഖലകളോ അഭിഷക്തന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം അവന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായേ, ഇദ്ദേഹം അതിൻ്റെ മൂലകാരണമായ അവരുടെ ദാരിദ്ര്യമാണ് അതിൻ്റെ റൂട്ട് കോസ്. അതിനെ വെട്ടുകയാണ്, അത് നിറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ആമേൻ സ്തോത്ര. പിശാചി സ്ക്രിപ്റ്റ് എഴുതി അവസാനത്തെ വാക്ക ആത്മഹത്യ, എസ്പെഷ്യലി കൊച്ചിന്റെ മരണം, ഫ്യൂണറൽ, തിരക്കഥയ്ക്ക് വിരാമം എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നേരത്താണ് പിശാച് എഴുതിയ ക്ലൈമാക്സിന് ട്വിസ്റ്റ് വരുത്തിക്കൊണ്ട് അഭിഷക്തന്റെ വരവ്. ഞാൻ ഇത് ഇങ്ങനെ പറയുമ്പോ ആത്മാവ് എന്നോട് പറയാ, നിങ്ങൾ വിളിക്കാതെ ഈ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ചില ശുശ്രൂഷകന്മാര്, നിങ്ങൾ വിളിക്കാതെ, ഇവിടെ സാധാരണ എനിക്കറിയാം വിളിക്കണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം നിങ്ങളുടെ, പക്ഷേ ചിലപ്പോൾ അവരെ ദൈവം പറഞ്ഞയച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് പെട്ടെന്ന് കയറി വരുമ്പോൾ, നിങ്ങളെ ഫോൺ ചെയ്യുമ്പോൾ, ദൈവദാസ എനിക്ക് ഇപ്പൊ സമയമില്ലെന്നല്ല, ആ വരവ് ദൈവം പറഞ്ഞിട്ടുള്ള വരവാണ്. അദ്ദേഹം കാൽ ചവിട്ടിയാല് ആ വീടിന്റെ അറ്റ്മോസ്ഫിയറിനകത്ത് ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കത്തോളം ആത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, വീടിന്റെ അവസ്ഥ മാറിയോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. ആമേൻ സ്തോത്ര. വീടിന്റെ അവസ്ഥ മാറിയോ? മാറി. ആമേ. നിറവ് വന്നോ? വന്നു. ആത്മഹത്യ എന്ന ചിന്ത അവരിൽ നിന്ന് പോയോ?
പിശാചിട്ട വിത്ത് ആമേ ദൈവദാസൻ എടുത്തു മാറ്റിയോ? ഇനി എടുത്തത് തിരിച്ചു പൊയ്ക്കൂടെ ഏലിയാവേ? ഏലിയാവ് പറയും പോകത്തില്ല. അതെന്താ? നോ, തലമുറയിന്മേലുള്ള ദൃഷ്ടി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, മാറിയില്ല. ഒരു വിടുതൽ വ്യാപരിച്ചെന്ന് തോന്നി സത്യം, പക്ഷെ വിടുതൽ കംപ്ലീറ്റ് ആയിട്ടില്ല. അതെന്താ? താഴോട്ട് വായിക്കുമ്പോൾ അമ്മയ്ക്ക് ധീനം വന്നെന്നല്ല. നിങ്ങൾക്ക് ആ വാക്യം വായിക്കണോ? വായിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം എടുത്തു. ഫസ്റ്റ് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച കിടപ്പിലായി. തലമുറയെ തുടരെ ദൃഷ്ടി വെക്കുക. ആദ്യം ആത്മഹത്യ എന്ന ചിന്ത, അത് ബ്രേക്ക് ചെയ്തപ്പോ അടുത്തത് രോഗം. ഞാൻ ഇനി പറയുന്നത് വെറുതെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രോഗം അമ്മയ്ക്കല്ല, മറിച്ച് ഇങ്ങനെ ചിലത് കയറി വരാൻ പോകുന്നെന്നുള്ളത് ഏലിയാവെന്നുള്ള അഭിഷക്തന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ വീട്ടിൽ സ്റ്റേ ബാക്ക് ചെയ്യുക. ഏലിയാവിന് മനസ്സിലായി ദൗത്യം തലമുറയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ദൗത്യം ഈ തലമുറയെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാ. വിടുതലായെന്ന് തോന്നിയാലും ശരിക്ക് സ്പിരിറ്റിനെ ക്യാരി ചെയ്യുന്നവനറിയാം പൂർത്തീകരണം വന്നിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് എന്റെ തലമേൽ പകരപ്പെട്ടത് പൂർത്തീകരിച്ചിട്ടല്ലാതെ മടങ്ങുകയല്ലോ. Praise to Jesus. എന്നിട്ടേ ഇനിയാ രസം. ഞാൻ എപ്പോഴും ഈ വീട്ടുടമക്കാരിയായ സ്ത്രീ വായിക്കുമ്പോൾ ഞാൻ ഇവരും വല്ല മലയാളി വല്ലതുമാണോ ഇനി? കാരണം നമ്മുടെ സ്വഭാവം കാണിച്ചേക്കുവാ. കൊച്ചിനൊരു പ്രശ്നം വന്നപ്പം പാസ്റ്റർ നേരെ തിരിയുക. ഇവർക്ക് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്തിനിങ്ങനെ കുനിഞ്ഞിരുന്ന് നിങ്ങൾ ചിരിക്കുന്നേ? ഞാൻ എത്ര വലിയ ഗൗരവകരമായി, നമ്മുടെ അങ്ങനൊന്നും അല്ലല്ലോ. നമ്മളിതൊരു ഫാമിലി ആയിട്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നത്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഇത്രയും വീടിനകത്തൊരു നിറവ് വരുത്തി ദേശത്തിന്റെ മുമ്പാകെ തലകുനിഞ്ഞു പോകാവുന്ന കുടുംബത്തെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തി കൊച്ചിനെയും ആത്മഹത്യന്ന് വെടിവെച്ച് അമ്മയെ ആത്മഹത്യന്ന് വെടിവെച്ച് ഇത്രയും ചെയ്തപ്പോ സ്തോത്രം, Pastor, you are so good, you are so sweet, your anointing, oh my God, so powerful. സോദരി ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ വെച്ചുതരാം, ഞാൻ വിളമ്പിത്തരാം. കൈക്കൊള്ളുന്നു, നന്മ കൊടുക്കുന്നു, ഓഫറിങ് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. പക്ഷെ പെട്ടെന്ന് വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഗെറ്റ് ഔട്ട്. ഇതിനേക്കാൾ വലിയ അഭിഷേകം വ്യാപരിക്കുന്ന വേറെ പാസ്റ്റർ ഉണ്ടോ എന്ന് ഞങ്ങളൊന്ന് സെർച്ച് ചെയ്യട്ടെ. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തിയാട്ടോ. നല്ലത് വരുമ്പോ ചേർത്ത് പിടിക്കുകയും എന്തെങ്കിലും ഒരു അപാകത കാണുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, പിന്നിൽ നിന്ന് പറയുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ വ്യാപരിക്കുന്നത് സാത്താന്യ സ്പിരിറ്റാണ്. പറഞ്ഞില്ലേ സാരമില്ല, കൊള്ളേണ്ടത് കൊള്ളണം. സ്തോത്രം കേട്ടോ. ഈ അമ്മ പറയാ ഇറങ്ങിപ്പൊയ്ക്കൂടെ എൻ്റെ സിസി ആൻറ്റി? ഇങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൽ പോയി നമ്മൾ വീട് കിടന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് അവരെ രക്ഷിച്ചു വരുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ സ്തോത്ര ബാബു പാസ്റ്റർ, സിസി ആൻറ്റി, സ്തോത്ര ഹല്ലേലൂയ, ഒന്ന് ഇറങ്ങി തരാവോ എന്ന് ചോദിച്ചാൽ ആത്മാഭിമാനമുള്ള ഒരു പാസ്റ്റർ ആണെങ്കിൽ പിന്നെ അവിടെ നിൽക്കൂ? പറ ദൈവമക്കളെ, നിങ്ങൾ സ്പിരിച്വലി ചിന്തിക്കില്ല. ആത്മാഭിമാനം എന്നൊരു സംഭവം നമുക്കില്ലേ? ഇറങ്ങി പൊക്കൂടെ എന്ന് പച്ചയ്ക്ക് പറയുക. ആത്മാഭിമാനം ഒരു സംഭവം ഉണ്ടോ? നമ്മൾ കർത്താവ് എന്തിനാ ദൈവമേ ഇങ്ങനത്തെ വീട്ടുകാരുടെ നടുവ് എന്നെ കൊണ്ടിട്ട്, എന്തിനീ ചർച്ച, എന്തിന് ഇങ്ങനത്തെ കുടുംബങ്ങൾ, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. ഏലിയാവേ പോന്നില്ലേ? ഇല്ല. അതെന്താ? ആത്മാഭിമാനം ഇല്ലേ? ഇല്ലാത്തോണ്ടല്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ വികാരത്തെക്കാൾ
എൻ്റെ അഭിമാനത്തെക്കാൾ, ആമേ, എനിക്ക് തോന്നുന്ന ചിന്താഗതികളെക്കാൾ, ഞാൻ കേട്ട നിന്ദാവാക്കുകളെക്കാൾ വലുതാണ് എൻ്റെ തലമേൽ കിടക്കുന്ന നിയോഗം. ആമേ, നിങ്ങൾ കേട്ടോ? നിങ്ങളുടെ സാഹചര്യത്തിന്റെ ഞെരുക്കം ദൈവത്തിന് അറിയാത്തോണ്ടല്ലോ നിങ്ങളെ ഇപ്പോഴും അതിനകത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ വൈകാരിക പ്രകടനങ്ങൾക്കല്ല ദൈവമക്കളെ, സഹതാപത്തിനല്ല സ്ഥാനം. ആമേ, തലമേൽ കിടക്കുന്ന ദൗത്യത്തിനോട് സ്ഥാനമെന്ന് അപ്പാവ് ദൂത് പറയും. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്ക്. എന്താ നിയോഗം? എന്താ നിയോഗം? അഭിഷേകത്തെ ക്യാരി ചെയ്തുകൊണ്ടാ കയറിയത്. ദൗത്യത്തെ, നിയോഗത്തെ, പ്രോജക്റ്റിനെ, ഡിവൈൻ അസൈൻമെന്റിനെ, ആമേ സ്വത്ര ഗോഡ്ലി പ്രോജക്റ്റിനെ ക്യാരി ചെയ്തുകൊണ്ടാ കയറിയത്. ആമേ, തലമുറയിൽ മേൽ ചിലത് പകരണം, എഴുന്നേൽപ്പിക്കണം, പുറത്തു കൊണ്ടുവരണം, പിശാചിന്റെ ബന്ധനത്തെ അറുക്കണം. അത് അറുത്തിട്ടല്ലാതെ ഞാൻ ഇറങ്ങിപ്പോത്തില്ല. അതാ നിയോഗം. അതാ നിയോഗം. എന്നിട്ട് ഈ മനുഷ്യ ഈ കൊച്ചിനെ എടുത്ത് അവിടെ എഴുതി വെക്കുന്ന ശ്വാസം നിന്നു പോയെന്നാ കേട്ടോ, മരിച്ചു ഡെഡ്. പക്ഷെ കൊച്ചിനെ എടുത്തു മാളിക മുറിക്കകത്ത് കയറി, മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. നിന്ദിപ്പിക്കല്ലേ, ലജ്ജിപ്പിക്കല്ലേ. ഈ തലമുറയെ സ്വർഗത്തിന് വേണം. ഈ തലമുറയെ സ്വർഗത്തിന് വേണം. കർത്താവേ, എന്നെ ദൈവം കണ്ടിരിക്കുന്നത് എലീശയെ എഴുന്നേൽപ്പിക്കാനായിരിക്കും, മറ്റു പല പ്രവാചക ശിഷ്യന്മാരെ എഴുന്നേൽപ്പിക്കാനായിരിക്കും. അതൊക്കെ നടന്നോട്ടെ. പക്ഷെ ഇപ്പോൾ എനിക്ക് കൊച്ചു ചെറുക്കനെ തിരികെ പിടിക്കണം. തലമുറയിൽ നിന്ന് തലമുറയിലേക്ക്. എന്നിട്ടേ കൊച്ച് രക്ഷപ്പെട്ടോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്, കാരണം നിങ്ങൾ അനങ്ങുന്നേ ഇല്ല. കൊച്ച് രക്ഷപ്പെട്ടു. കണ്ടു പഠിക്ക്. കൊച്ച് രക്ഷപ്പെട്ടു. ആമേ, അവിടെ ഒരു വാക്കുണ്ട് ദൈവദാസന്മാരെ. അവസാനം അവിടെ ഒരു വാക്കുണ്ട്. ഏലിയാവ് അവനെ അവന്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തു. അങ്ങനല്ലേ വാക്യം? അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന്, താൻ ദൈവമായിട്ട് സംസാരിച്ച്, താൻ ഇടപെടേണ്ടവനോട് ഇടപെട്ട്, തൻ്റെ മേൽ കിടക്കുന്ന പ്രോജക്റ്റിനെ പൂർത്തീകരിച്ചിട്ട് താഴെ ചെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ആരാണോ അവന്റെ അവകാശി, അവർക്ക് അവനെ നിങ്ങളാണോ ചുമന്നത്? നിങ്ങളാണോ പ്രസവിച്ചത്? നിങ്ങളാണോ വാഗ്ദത്തത്തോടു കൂടെ അവരെ പുറത്തു കൊണ്ടുവന്നത്? നിങ്ങളാണോ വീട്ടിനകത്ത് കണ്ണുനീരൊഴുക്കുന്നത്? നിങ്ങളാണോ അവൻ സ്വന്തം മുട്ടുമടക്കി? നിങ്ങളാണോ ഇപ്പോൾ വേദനിച്ചത്? നിങ്ങളാണോ ഇപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശപ്പെട്ടിരിക്കുന്നത്? കേട്ടോണം. ചില ദൈവദാസന്മാരെ ഭവനത്തിലേക്ക് അയച്ച് പൈശാചിക തലങ്ങൾ ഒരുക്കിയ മരണത്തിന്റെ വിത്തുകളെ ബ്രേക്ക് ചെയ്ത്, അവനെ നിരാശയിലേക്ക് താഴ്ത്തിയിട്ടിയ ബന്ധനങ്ങളെ ബ്രേക്ക് ചെയ്ത്, അവനെ അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇത് കഴിഞ്ഞ് ഏലിയാവ് അടുത്ത ശുശ്രൂഷയിലേക്ക് പോയി. ഈ കൊച്ച് പിന്നെ എഴുതിയിട്ടില്ല ഒന്നും. ഞാൻ വിശ്വസിക്കുന്നു ഈ കുഞ്ഞ് വളർന്നു, ഈ കുഞ്ഞ് വലുതായി.
അനവധി തവണ പൈശാചിക വായിൽ നിന്ന് ഈ കുഞ്ഞ് രക്ഷപ്പെട്ട് കാണും. പക്ഷെ ഈ കുഞ്ഞിന് ഇതേപോലെ ഒരു പുൾപ്പിറ്റും ഒരു മൈക്കും കൊടുത്താൽ അവൻ പറയുന്ന സാക്ഷ്യം ഒരഭിഷക്തന്റെ മേൽ പകരപ്പെട്ട അഭിഷേകമത്രേ എന്നെ ഇന്ന് പകൽക്കാലം ജീവനോടെ നിലനിർത്തിയിരിക്കുന്നത്. ഈ ദൈവം തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ജീവനെ പകരുന്ന ദൈവമാണ്. ആമേൻ, ആമേൻ. അത് കഴിഞ്ഞ് എലീഷ ഉൾപ്പെടെയുള്ള ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, അടുത്ത തലമുറകളിലേക്ക് ആമേൻ സ്തോത്രം അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കിനെ പകർന്നു കൊടുത്തു. ആമേൻ, ഏലിയാവ് എടുക്കപ്പെട്ടു. ആമേൻ, പുസ്തകങ്ങൾ എഴുതി 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 പുതിയ നിയമത്തിലോട്ട് കയറി. ആമേൻ, പെട്ടെന്ന് ലൂക്കോസ് എഴുതി വെക്കുകയാ. ശ്രദ്ധിക്കണം, പെട്ടെന്ന് ലൂക്കോസ് എഴുതി വെക്കുക, സെക്കറിയാവിനും എലിസബത്തിനും കുഞ്ഞുങ്ങളില്ലായിരുന്നു. സെക്കറിയാവ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ ഇടയിൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, സെക്കറിയാവ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിനക്കൊരു മകൻ ജനിക്കും, നിനക്കൊരു മകൻ ജനിക്കും. അവന്റെ പേര് യോഹന്നാൻ എന്നിടണം. അവന്റെ മേൽ കൊടുക്കുന്ന ദൗത്യം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് എഴുതി വെക്കുന്ന വാക്കാണ് അവൻ അവൻ ആ ആ ആ ആ അവൻ ആ ആ ആ ആ അവര് മുമ്പ് ഏലിയാവിന്റെ അപ്പാ വൺ ക്വസ്റ്റ്യൻ, ഒരു ചെറിയ ചിന്ന സംശയം. കർത്താവേ, ചോദിക്കൂ. ഇത്രേ വർഷം കഴിഞ്ഞില്ലയോ? വാർദ്ധക്യം പിടിച്ച 2 ദമ്പതികൾക്ക് ഒരു തലമുറ കൊടുക്കുന്നതിന് വാഗ്ദത്തമൊക്കെ കൊടുത്തോ? ഇത്രേ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ഇപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം? അവന് മുൻപായി എന്റെ ആത്മാവും ശക്തി നടക്കുന്നല്ല, ഏലിയാവിന്റെ. ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നതിനേക്കാൾ അഭിമാനമാണോ ദൈവമക്കളെ ഒരുവന്റെ പേര് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവുമായി കണക്ട് ചെയ്യുന്നത്? ദൈവം പറയാ, സംശയം ഞാൻ തീർത്തു തരാം, ഒറ്റ കാര്യമുള്ളൂ. ഒരു തലമുറയെ സകല നിന്ദയും സഹിച്ചൊരു വീട്ടിനകത്ത് മാസങ്ങൾ കിടന്ന് രക്ഷപ്പെടുത്തി എടുത്തവന്റെ ആത്മാവ് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു വാഗ്ദത്ത സന്തതി ജനിക്കുമ്പോൾ അവനെ നയിക്കട്ടെന്ന്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണേ. കുടുംബശ്രീയുടെ പേരിലോ, എനിക്കറിയത്തില്ല ഇപ്പൊ ആ സിസ്റ്റത്തേക്ക് എന്നതാ ഇവിടെ പറയുന്നത്. കുറെ നാളുകൾക്ക് മുമ്പൊക്കെ ഞാൻ പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരില് കുറെ ആൾ വീട്ടിൽ നടന്ന്, അല്ലെങ്കിൽ വേറെ എന്തിന്റെയെങ്കിലും പേര്. ഇനിയിപ്പോ കുറെ ആമേ സ്തോത്ര, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഇതിനകത്ത് തന്നെ ഉണ്ട് കുറെ സിസ്റ്റത്തിന്റെ പേരിൽ എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങൾ ചില വീടുകൾക്കകത്ത് കയറി ചുമ്മാ അതും ഇതും സംസാരിച്ച് നടന്ന് പ്രാർത്ഥിക്കേണ്ട സമയവും വെറുതെ കളഞ്ഞ് ഒരു ലക്ഷ്യബോധവുമില്ലാതെ, ഒരു വിഷനുമില്ലാതെ ഒരുത്തനെ ജനിപ്പിച്ച് എങ്ങനെയെങ്കിലും വളർത്തണമെന്നുള്ള ആഗ്രഹത്തോട് പോയാ നിങ്ങളുടെ പേര് ആ കൊച്ചു വളരുമ്പോ അവരുടെ കൂടെ കൂട്ടിച്ചേർക്കത്തില്ല. ദൈവം ഒരുവന്റെ പേരിന്റെ കൂടെ ആത്മാവെന്ന് പറയണമെങ്കിൽ അവൻ അതേപോലെ ഒരു തലമുറയിൽ നടക്കണം. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്. ആമേൻ. തലമുറകൾ കഴിഞ്ഞിട്ടും യോഹന്നാന്റെ ജനനത്തിലും ഏലിയാവിനെ ഓർക്കുന്ന ദൈവം. ആമേൻ. ആമേൻ. ആമേൻ.
എത്ര പേര് വിശ്വസിക്കുക? എൻ്റെ ശ്വാസം നിലയ്ക്കുന്നതിന് മുൻപ്, എൻ്റെ ജഡം മണ്ണോട് ചേരുന്നതിന് മുൻപ്, ഞാൻ ജഡാനര ബാധിക്കുന്നതിന് മുൻപ്, ആമേൻ സ്തോത്രം, ഞാൻ ചിലത് ചെയ്തെടുത്ത് ദൈവം അത് എഴുതി വെച്ച് ഇനി ഞാൻ മണ്ണോട് ചേർന്നാലും ചില വർഷങ്ങൾ കഴിഞ്ഞ് 4, 5, 6 തലമുറ കഴിഞ്ഞാൽ ചിലരെ എഴുന്നേൽപ്പിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വരവ് താമസമെങ്കിൽ എൻ്റെ പേരിനെ ദൈവം അവിടെ കൊണ്ടുവരുമെന്ന്. പേരൊക്കെ വരുന്നെങ്കിൽ ഇങ്ങനെ വരണം. എൻ്റെ ഒരു അഭിപ്രായം അതാ. ആമേൻ സ്തോത്രം. ഒരു ഗസ്റ്റ് സ്പീക്കറിന്റെ പേര് ഫ്ലയറിൽ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? അതെ, ഞാൻ സത്യം പറയട്ടെ, ഫേസ് സിറ്റി ചർച്ച ആദ്യമായിട്ടാണ് വരുന്നത്. സത്യം പറയാം, സിസിയാൻ്റെ എപ്പോഴാണ് ഫ്ലയർ അയച്ചു തരുന്നത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു സന്തോഷമാണ് ഫേസ് സിറ്റി ചർച്ചിൽ ഗസ്റ്റ് സ്പീക്കർ. പക്ഷെ ഒരു കാണുമ്പോൾ ഒരു സന്തോഷമാണ്, അത്രേ ഉള്ളൂ. ആമേ. അപ്പൊ ദൈവം പേര് പറയുമ്പോഴോ? ആമേ ആമേ. ദൈവത്തിന് മതിയായില്ല. പിന്നെയും 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 കുറെ കഴിഞ്ഞപ്പം യാക്കോബ് ലേഖനം എഴുതിയപ്പോഴും ദൈവം എഴുതി വെക്കുക. ഇങ്ങനെ വേദപുസ്തകത്തില് ആമേ യേശു മറുരൂപ മലയിൽ കയറിയപ്പോഴും കർത്താവിന് കാണേണ്ടത് ഇങ്ങനെ ഒരുവനെ ഓർക്കണമെങ്കിൽ അവൻ ജീവിച്ചിരുന്നപ്പോ ചെയ്തിട്ട് പോയത് എന്നതായിരിക്കും ദൈവമക്കളെ? പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് ഈ ജനത്തെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാനും ആ ഗണത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി പറ, ഞാനും ആ ഗണത്തിലുണ്ട്, ഞാനും ആ ഗണത്തിലുണ്ട്, ഞാനും ആ ഗണത്തിലുണ്ട്, ഞാനും ആ ഗണത്തിലുണ്ട്, ഞാനും ആ ഗണത്തിലുണ്ട്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് മൂവിങ് സ്പിരിറ്റാ ദൈവമക്കളെ, ഇത് ചലിക്കുന്ന ആത്മാവാണ്. ഇത് സ്റ്റാഗ്നന്റ് ആയി നിൽക്കുന്ന ആത്മാവല്ല. ഇത് ഒരുത്തനെ ഇങ്ങനെ ഒരു തലമുറയിൽ ചലിച്ചിട്ട് അങ്ങനെ നിന്നു പോകുന്ന ആത്മാവല്ല. ഈ സ്പിരിറ്റിന്റെ പേരാണ് മൂവിങ് സ്പിരിറ്റ്. ഇത് ചലിക്കുന്ന ആത്മാവാണ്. ആമേൻ 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 ആമേൻ. ഞാൻ ഒരു ഭാഗവും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഒരു മണി വരല്ലേ, ഒരു മിനിറ്റ്. ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ആ അമ്മയ്ക്ക് കൊടുത്തു എന്നുള്ള വാക്ക് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ആമേൻ. ആ ഒരു മേഖലകളുമായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, ഞാനൊരു 10 സെക്കൻഡ് സമയം തരുമോ? നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ആമേൻ. ലാസ്റ്റ് ഒരു ദൂത് കേൾക്കാൻ നിൽക്കാതെ, ലാസ്റ്റ് ആ വിഷയവുമായി വരാൻ നിൽക്കാതെ, ഇപ്പോൾ ഈ ഒരു 10 സെക്കൻഡ് നമ്മൾ അതിന് വേണ്ടി എടുക്കത്തുള്ളൂ. ആ ഒരു വിഷയവുമായി മാത്രം ഭാരപ്പെടുന്നു. ഞാനൊരു നിയോഗം തോന്നുകൊണ്ടാണ് പറയുന്നത്. ഞാൻ വേഗത്തിൽ അടുത്ത മേഖലയിലേക്ക് പോയാനേ. കമോൺ, അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് പ്രാർത്ഥിക്കണേ. നിങ്ങൾ കൈ ഉയർത്തണം എന്നില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാണേ. ഞാനിത് പറയുമ്പോ പരിശുദ്ധാത്മാവ് പറയാണ്, പെട്ടെന്ന് ആമേൻ സ്തോത്രം, പ്രതീക്ഷിക്കാതെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വിശ്വാസ ഗണത്തിലുള്ളവരല്ല ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ചില അല്ലാത്ത മേഖലകളെ സേവിക്കുന്നവർ പെട്ടെന്ന് ആമേൻ അപ്രതീക്ഷിതമായി നിങ്ങൾ പാർക്കുന്ന ഭവനങ്ങളിലേക്ക് കാലെടുത്തു വെച്ച് അല്പസമയം സ്പെൻഡ് ചെയ്തതിനന്തരം കാണുന്ന ചില സ്വഭാവത്തിന്റെ വ്യതിയാനങ്ങൾ നിശ്ചയമായി ഇങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ട്. അവരവിടെ വിതച്ചിട്ട് പോയ ചില വാക്കുകൾ മുഖാന്തരം അതിന്റെ അനന്തര ഭവിഷ്യത്ത് എന്ന വണ്ണം അന്നു മുതൽ മാറി തുടങ്ങിയ അന്തരീക്ഷങ്ങൾ. ആമേ ആമേ ആമേ. 1 മണിക്കൂർ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കതിന് ശേഷം 10 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്തതുപോലെ
വ്യാപരിച്ചു തുടങ്ങിയ ചില സ്പിരിച്വൽ അറ്റാക്കുകൾ. ഞാൻ ഈ പറയുന്ന ദൂത് ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കൈ ഉയർത്തണ്ട, പക്ഷെ എനിക്ക് അതിന് റെസ്പോൺസ് കിട്ടിയിരിക്കണം. അങ്ങനത്തെ ഭവനങ്ങളെ ഇന്ന് പകൽക്കാലം ഈ ആലയത്തിന്റെ ഈ അകത്ത് വ്യാപരിക്കുന്ന അന്തരീക്ഷം മൂലം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ, ശാപങ്ങൾ, അന്തരീക്ഷങ്ങൾ മാറുന്നത് പോലത്തെ അനുഭവം, ചെറിയ കാര്യങ്ങൾക്ക് പോലെ പൊട്ടിത്തെറിക്കുന്ന എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് പകരമെന്നവണ്ണം സാത്താന്യ സ്പിരിറ്റുകളെ പകരുന്ന മേഖലകള് ഇന്ന് പകൽക്കാലം ഞങ്ങൾ അതിനെ കർത്താവേ അടച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശു ആ പലമുറ പുറത്തു വരട്ടെ, ആ സ്വന്തം ഹസ്ബൻഡ് പുറത്തു വരട്ടെ, വൈഫ് പുറത്തു വരട്ടെ, ആ കുഞ്ഞ് പുറത്തു വരട്ടെ. റേലിയ റദാരികൾ കസേരിബല റെമിനിയ ലോസുറുകോ ബാലിയ റഗന്ധര അടര ഫേരികാലകൾ കസേരിബാറബലബലബ ശിബര ബ്രൗഡ ജബര വൈഡ ഫേരിഫാലഗാസിയ ലഗന്ധര. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. ആമേൻ, സ്തോത്രം. പോരാ, അത് പ്രാർത്ഥിക്കുന്നവന്റെ വീടാണ്. അവിടെ പകരുന്നുണ്ടെങ്കിൽ അത് ദൈവ പൈതലിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മാത്രമായിരിക്കണം, അല്ലാതിട്ട് എല്ലാ വാക്കുകളെയും ഓ റോബാറ ഷിബാല ബലബറകൾ ഖദിയാല അടരത്തേരി കാറുകൾ കസേ റിബാരകര വൈഡത്താര ഷീരാരാബ വൈഡവരെ ഊഡത്താര രീബനരെ ഹൈഡത്താര ഷീരവരെ വൈഡാരാബ ചീരവരെ ഊഡത്താര സാരവരെ ഹംദ പ്രൗഢ ജാനവരെ വൈഡത്താര ശീലവരെ അടരസാര തേരിബല റീകബാല വൈഡാരെ ഊഡാരാബ ശീലബലം തര വൈഡവരം തര ചീര പ്രൗഢ ജാലവരാബ റേമാന കാലസെ റിബാലബ ശീരിയ രഗം ഥര ജനഗതിയ ലഗസ്കര വൈഡത്തു നികൽക്കതിയാല. ഞാനൊരു സ്ക്രീനിൽ കാണുന്നത് പോലെ കണ്ട രണ്ട് കാഴ്ചകളാണ്. ഒന്ന്, ആമേ, പ്രാർത്ഥനയോടെ ചിലത് കൈമാറ്റം ചെയ്യുവാൻ തക്കവണ്ണം റെഡിയായി നിൽക്കുന്ന സമയം, അതിനെ റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം ഉത്സാഹത്തോടെ നടക്കുന്ന മറ്റു ചില വ്യക്തികളുള്ള സമയം, അതിന്റെ നടുവിൽ കൊണ്ടുപോയി എവിടെയോ തുറന്നു കിട്ടിയ പഴുതിന്റെ നടുവിലൂടെ നടന്നു വന്ന ഒരു മനുഷ്യരൂപത്തിൽ, ഒരു സ്ത്രീയുടെ രൂപത്തിൽ, ഒരു പുരുഷന്റെ രൂപത്തിൽ അതിന്റെ നടുവിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയ ചില ശാപത്തിന്റെ വിത്തുകള്, അതിൽ നിന്ന് പിന്നങ്ങോട്ട് വ്യാപരിച്ച ഇരുട്ടിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പറ, പിശാചിന്റെ ക്ലൈമാക്സ് പൊട്ടിമാറുകയാണ്.
ചില ശരീരങ്ങളിൽ നിന്ന് അങ്ങനത്തെ ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ചില ശരീരങ്ങളിൽ നിന്ന് അങ്ങനത്തെ രോഗത്തിന്റെ പൈശാചിക ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. Jesus, Holy Spirit, Holy Spirit. അങ്ങനെ ഒരു അന്തരീക്ഷം വീടിന്റെ അകത്ത് കറൻലി ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കുന്നു, സിസ്റ്ററെ ഇനി ഞങ്ങൾക്ക് ഹോളി സ്പിരിറ്റിന്റെ ശക്തിയെ സ്പ്രെഡ് ആക്കാൻ പറ്റില്ലേ, ഇനി ഞങ്ങൾക്ക് ഹോളി സ്പിരിറ്റിന്റെ ശക്തിയെ പ്രസൻസിനെ ഫീൽ ചെയ്യാൻ പറ്റില്ലേ, അടുത്തൊരു ജനറേഷൻ എഴുന്നേക്കത്തില്ലേ സിസ്റ്ററെ, ഞങ്ങൾക്ക് കോളിംഗ് ഉണ്ട്, ഞങ്ങൾക്ക് പുറത്തു വരാൻ പറ്റത്തില്ലേ, ഞങ്ങൾക്ക് ആമേൻ സ്തോത്രം ആരെയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ബലപ്പെടുത്താൻ പറ്റത്തില്ലേ? പറ്റും. പറ. പിശാചിന്റെ നാമത്തേക്കാൾ വലിയ നാമമാണ് യേശുവിന്റെ നാമം. കേട്ടോ, സകല പൈശാചിക ശക്തികളും കേട്ടോളൂ. ആമേൻ, ഇത് ദൈവ പൈതലിന്റെ വീടാണെങ്കിൽ ആമേൻ സ്തോത്രം സകല നാമത്തേക്കാൾ വലിയ നാമം, ആമേൻ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച യേശുവിന്റെ നാമമാണ്. ഒറ്റ കണ്ടീഷൻ, നിയോഗമുള്ളവൻ എഴുന്നേൽക്കണം. ഒറ്റ കണ്ടീഷൻ, ഇനി ഞാൻ എന്തോ ചെയ്യണോന്ന് ചോദിച്ചിട്ട് മുറിക്കകത്ത് കയറി ഇരിക്കരുത്. നീ എഴുന്നേൽക്കണം. കരം വെക്കേണ്ട മേഖല കരം വെക്കണം, പ്രവചിക്കേണ്ട മേഖല പ്രവചിക്കണം, ബ്ലസ് ചെയ്യേണ്ടടുത്ത് ബ്ലസ് ചെയ്യണോ, ക്ലെയിം ചെയ്യേണ്ടടുത്ത് ക്ലെയിം ചെയ്യണോ, ഡിക്ലെയർ ചെയ്യേണ്ടടുത്ത് ഡിക്ലെയർ ചെയ്യണോ, വാഗ്ദത്തങ്ങളെ വിളിച്ചു പറയണം. ഏലിയാവിനെ പോലെ പ്രവാചകരെ അയക്കേണ്ടതാണെങ്കിൽ ദൈവം അയക്കും. അതിന് നിങ്ങൾ തേടി പോകണ്ട. സേറാഫത്തിലോട്ട് ഏലിയാവ് വന്നോളൂ. കേട്ടോ, കേട്ടോ, നിങ്ങൾ ഇരുന്ന് കുത്തി വിളിക്കണ്ട, വന്നോളൂ. അയക്കേണ്ടതൊക്കെ ദൈവം അയക്കും. അല്ല, നിങ്ങളെ കൊണ്ടാണ് ആ വിടുതൽ ദൈവം ചെയ്യിപ്പിക്കേണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കണം. Praise to Jesus. Praise to Jesus. Praise to Jesus. അങ്ങനെ ഒരുവനെ എഴുന്നേൽപ്പിച്ചാൽ അവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിൽക്കുമെന്ന് കൂടെ ഞാനൊന്ന് തെളിയിച്ചോട്ടെ. അവൻ ചുമ്മാ ഒരാൾ തോണ്ടി മാന്തി എന്നും പറഞ്ഞുകൊണ്ട് ഈ ബൈബിൾ ഇട്ടിട്ട് പോകത്തില്ല. സത്യം. ആമേ, എന്നെ ട്രോളി വിമർശിച്ച് എനിക്കെതിരെ കമന്റ് എഴുതി അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാന്ന് അവൻ പറയത്തില്ല. കാരണം പകർന്ന് കിട്ടിയ അഭിഷേകം കണ്ട് അതിന്റെ നടുവിൽ വളർന്നി ദൈവം ആരാണെന്നറിഞ്ഞവൻ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ തരണം ചെയ്യും. അതുകൂടെ ഞാനൊന്ന് തെളിയിക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ സ്തോത്രം. ഒറ്റ വാക്യം കൂടെ വായിച്ചാൽ മതി. ലാസ്റ്റ് 10 minutes ഒറ്റ വാക്യം കൂടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം വേഗത്തിൽ എടുക്കണേ. ഇത് പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം ആമേൻ സ്തോത്രം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. മോനെ ആരാ വായിക്കുന്ന? കുറച്ച് ഡിഫിക്കൽട്ടായ വേർഡ്സാ, കുറെ പേരുകളാ. ഇത്തിരി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരുപാട് വട്ടം വായിക്കുമ്പോൾ എനിക്ക് തെറ്റിപ്പോകുന്ന പേരുകളാ. ആമേൻ സ്തോത്രം. മാക്സിമം തെറ്റാതെ വായിക്കാം, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. വായിച്ചു 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം.
തിബരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുര്യ ത്രക്കോനിത്തി ദേശങ്ങളിലും ലുസാനസിയായ അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സഖര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഏലിയാവിന്റെ ആത്മാവോട് കൂടെ നടന്നവൻ ഇപ്പോൾ എവിടെയാണ്? അതേ ആത്മാവാണേ, പാസ് ചെയ്ത് അതേ ആത്മാവാണേ. ഇപ്പൊ എവിടെയാ? മരുഭൂമി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവൻ ഓൾറെഡി നിൽക്കുന്ന മരുഭൂമിയിലാ. മരുഭൂമി നമ്മുടെ ഇപ്പോഴത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പ്രതിസന്ധി നിങ്ങൾ എടുത്തോ, സ്ട്രഗിൾ എന്ന് എടുത്തോ. മരുഭൂമിയാ, ഡ്രൈനസ് ആണ്, നടുവി നിൽക്കുകയാണേ. വാഗ്ദത്ത സന്തതി ഇപ്പൊ എവിടെയാ? ഓക്കെ, ഇവന്റെ ചുറ്റും കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ നോക്ക്, പൊന്തിയോസ് പീലാത്തോസ് ആണ് യഹൂദിയ നാട് വാഴുന്നത്, ഹേരോദാവാണ് ഗലീല വാഴുന്നത്, ഫിലിപ്പോസ് വാഴുന്നു, ലൂസ്യാനിയസ് വാഴുന്നു, ഇടിയ പ്രഭുക്കന്മാരായ ഹന്നാവ് വാഴുന്നു, കയ്യഫാവ് വാഴുന്നു. ഇതെല്ലാം കൂടാതെ മഹാപുരോഹിതന്മാരുടെ ഗണം എല്ലാരും, ഇടിയ പ്രഭുക്കന്മാർ, മഹാപുരോഹിതന്മാർ, കയ്യാവ്, ഹന്നഫാവ് എന്ന് പറഞ്ഞ് ശക്തരായ ഒരു കൂട്ടം പല ദേശങ്ങളും രാജ്യങ്ങളും നാടുകളും വാണിടുന്ന സമയത്ത് ശക്തമായ ഭരണം, ശക്തമായ അധികാരം. ഒരുത്തന്റെ തല വെട്ടാൻ പറഞ്ഞ തല വെട്ടിക്കളയാൻ സെക്കൻഡുകൾ പോലും സമയമെടുക്കാത്ത കാലത്ത് വാഗ്ദത്ത സന്തതി പകർന്നു കിട്ടിയ അഭിഷേകവുമായി ഒരുവൻ മരുഭൂമിയുടെ നടുവിൽ നിൽക്കുക. ഇത്രയും ശക്തമായ അധികാരങ്ങൾ ചുറ്റുമുള്ളപ്പോഴും എന്നെ ശ്രദ്ധിച്ചു കേട്ടോണം. ലാസ്റ്റ് പ്രൊഫറ്റിക്കൽ വേർഡാ ഇന്നത്തെ. ഇത്രയും ശക്തമായ അധികാരങ്ങൾ ചുറ്റുമുള്ളപ്പോഴും ഏലിയാവിന്റെ ആത്മാവോട് കൂടെ നടന്നവൻ നിൽക്കുന്ന സ്ഥലത്ത് കൂട്ട സ്നാനങ്ങൾ നടക്കുക. ഫ്ലെക്സ് ഇല്ല, ശുശ്രൂഷ ചെയ്യുന്നെന്നുള്ള പരസ്യമില്ല, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഇല്ല, ശുശ്രൂഷകന്റെ പേരാരും പറയുന്നില്ല. പക്ഷേ നിൽക്കുന്ന ഇടത്ത് ജനക്കൂട്ടം ഓടി 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 വന്ന് ശക്തമായ ദൈവപ്രവൃത്തി മരുഭൂമിക്കകത്തു വെച്ചതിന്റെ ആരംഭം എന്താ? അധികാരങ്ങളില്ലാത്തോണ്ടല്ല, ശക്തന്മാരില്ലാത്തോണ്ടല്ല, നിൽക്കുന്നത് പച്ചപ്പുൽ